പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 4 പേജ് നമ്പർ 94 മൈൻഡ് ദ മിസ്റ്റേക്ക് മെൻഡ് ദ മിസ്റ്റേക്ക് എന്നുള്ള പോർഷനാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സം സിംപ്ലിഫിക്കേഷൻസ് ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് ആർ ഡൺ ബിലോ. അപ്പം ചില ആൾജിബ്രിക് എക്സ്പ്രഷൻ്റെ സിംപ്ലിഫിക്കേഷൻസ് നമുക്കിവിടെ താഴെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദ എക്സ്പ്രഷൻ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ബി ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം. ഒബ്സർവ് ഈച്ച് ഓഫ് ദം ആൻഡ് സീ ഇഫ് ദർ ഈസ് എ മിസ്റ്റേക്ക്. ഇഫ് യു തിങ്ക് ദർ ഈസ് എ മിസ്റ്റേക്ക്, ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് മൈറ്റ് ഹാവ് ഗോൺ റോങ്, ദെൻ സിംപ്ലിഫൈ ഇറ്റ് കറക്റ്റ്ലി. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ള ഈ എക്സ്പ്രഷനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയിട്ടുള്ളതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കറക്റ്റായിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. 3a + 2b. അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്പ്രഷൻ തരുമ്പോൾ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിലെ ലെറ്റർ നമ്പേഴ്സ് ഒരേപോലെയാണോ, അതായത് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ ടേംസ് ലൈക്ക് ടേംസ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണം. ലൈക്ക് ടേംസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ആഡ് ചെയ്തിട്ട് നമുക്കതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ സിംപ്ലസ്റ്റ് ഫോമിലാക്കിയത് നമുക്ക് 5 എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? പക്ഷേ നമ്മുടെ എക്സ്പ്രഷനിൽ നോക്കിയേ, ഇവിടെ ലെറ്റർ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിനെ ആഡ് ചെയ്യാൻ സാധിക്കില്ല. അഥവാ ഇനി ആഡ് ചെയ്താൽ തന്നെ ഈ ലെറ്റർ നമ്പർ ഇവിടുന്ന് പോകത്തില്ല. നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ എന്ത് കാണും? ലെറ്റർ നമ്പർ കാണും. പക്ഷേ ഇവിടെ നമുക്ക് ലെറ്റർ നമ്പർ ഒന്നുമില്ല, ജസ്റ്റ് ഒരു നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. 5 എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെന്താണ്, ഇത് റോങ് ആണ് എന്ന് നമുക്കറിയാം അല്ലേ? കാരണം എന്താണ്? ദ ലെറ്റർ നമ്പർ ഓഫ് ദി 2 ടേംസ് ആർ ഡിഫറെൻറ്റ്, സോ ദേ കനോട്ട് ബി ആഡഡ്. അങ്ങനെ റോങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം ഇവിടെ എഴുതണം. ഇതിൻ്റെ കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. കാരണം എന്താ? ഇതിൻ്റെ ലെറ്റർ നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്കിനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ അങ്ങ് എഴുതുന്നു. 3a + 2b തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം. ഇനി അടുത്തത് സെക്കൻഡ് വൺ നോക്കിയേ. 3b - 2b - b. അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്കിവിടെ 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. 3b, ഇതിനെ ഞാൻ പ്ലസ് ഇട്ടിട്ട് -2b + -b എന്ന് എഴുതുന്നു. ഇനി നോക്കിയാൽ 3b പ്ലസ് ഈ -2b -bയും കൂടെ എന്താവും? -3b ആകും അല്ലേ? അപ്പോൾ 3b + -3b = 0. അപ്പോൾ ഇതെന്താണ്? ഇത് കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഫോം ഇപ്പുറത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് 6 × p + 2. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്ക് 6p + 8 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഏത് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോയാണ് അപ്ലൈ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ 6 × p 6p പ്ലസ് ഈ ബ്രാക്കറ്റിൽ എന്ത് സൈനാണോ അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് 6 × 2 12. നമുക്ക് ചെയ്തപ്പോൾ സിംപ്ലസ്റ്റ് ഫോം എന്താ കിട്ടിയത്? 6p + 12 എന്നാണ് കിട്ടിയത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 6p + 8 ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് റോങ് ആണ്. ഇതിൻ്റെ കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം എന്ത് വരും? 6p + 12 എന്ന് വരും. ഇനി അടുത്തത് 4x + 3y - 3x + 4y. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമുക്ക് x + y എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ 4x + 3y, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ള എല്ലാ ടേമുകളുടെയും സൈൻ ചേഞ്ച് ആവും. ഇവിടെ ബ്രാക്കറ്റിനകത്ത് 3x എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ അത് -3x ആവും. 4y പോസിറ്റീവാണ്, അത് -4y ആവും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ലൈക്ക് ടേംസുകളെ ഒരുമിച്ച് എഴുതും. അപ്പോൾ 4xൻ്റെ കൂടെ വരുന്ന ലൈക്ക് ടേം ഏതാണ്? എക്സ് ലെറ്റർ നമ്പർ ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് -3x ആണ്. ഞാനതിനെ പ്ലസ് സൈൻ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുന്നു, -3x. ഓക്കെ, 4x + -3x. അടുത്തത് y ഉള്ളത് +3y
അടുത്തത് -4y ഉണ്ട്, അതിനെ ഞാൻ പ്ലസ് കൊടുത്തിട്ട് -4y ഇങ്ങനെ എഴുതുന്നു. ഇനി നോക്കി, ഇത് രണ്ടും കൂടെ എന്ത് വരും? 4xും -3xും കൂടെ എന്ത് വരും? ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആയതുകൊണ്ട് സബ്ട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ 4 - 3 ഈസ് 1. അപ്പം 1x എന്ന് വരും, ദാറ്റ് ഈസ് എക്സ്. ഇവിടെ 3y പ്ലസ് -4y, ഇവിടെ ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസുമാണ്. അപ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ബിഗിൻ്റെ സൈൻ നെഗറ്റീവാണ്. അപ്പോൾ 4 - 3 1y -y എന്ന് വരും അല്ലേ. പക്ഷേ ഇവിടെ എന്താ വന്നിട്ടുള്ളത്? x + y എന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ കറക്റ്റ് എക്സ്പ്രഷൻ എന്താ വരേണ്ടത്? x - y ആണ് വരേണ്ടത്. അപ്പോൾ ഇത് റോങ് ആണ്. കറക്റ്റ് എക്സ്പ്രഷൻ ഈസ് x - y. ഇനി അടുത്തത് 5 - 2 - 6z. ഇവിടെ ഇവർ തന്നിരിക്കുന്ന സിംപ്ലസ്റ്റ് ഫോം 3 - 6z ആണ്. നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. 5 - 2 + 6z എന്ന് വരും. അതായത് ഈ ബ്രാക്കറ്റിന് വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ ടേമുകളുടെയും സൈൻ ചേഞ്ച് ആവും. അപ്പോൾ 2 നെഗറ്റീവായി, -6z + 6z ആയി. 5 - 2 ഈസ് 3 + 6z എന്ന് കിട്ടി. പക്ഷേ ഇവിടെ എന്താണ്? 3 - 6z ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റോങ് ആണ്. കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം ഈസ് 3 + 6z. ഇനി അടുത്തത് 2 + x + 3. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ എന്ത് തന്നെ വരും? 2 + x + 3 എന്ന് തന്നെ വരും. ഇവിടെ 2ഉം 3യും കൂടെ ആഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. അപ്പോൾ x + 5 എന്ന് കിട്ടും. അല്ലെങ്കിൽ 5 + x എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? റോങ് തന്നെയാണ്. കറക്റ്റ് എക്സ്പ്രഷൻ ഈസ് x + 5 അല്ലെങ്കിൽ 5 + x. ഇനി അടുത്തത് 2y + 3y - 6. ഇവിടെ ബ്രാക്കറ്റിന് വെളിയിൽ പ്ലസ് സൈൻ ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സൈനൊന്നും ചേഞ്ച് ആകുന്നില്ല. എന്ത് തന്നെ വരും? 2y + 3y - 6 എന്ന് തന്നെ വരും. 2y + 3y എന്ത് വരും? 2 + 3 5y - 6 എന്ന് വരും. പക്ഷേ ഇവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? -y + 6 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് റോങ് ആണ്. കറക്റ്റ് എക്സ്പ്രഷൻ ഈസ് 5y - 6. വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ലൈക്ക് ടേംസുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ 7p - p എന്ത് വരും? 6p. 5q - 2q എന്ത് വരും? 5 - 2. ഇവിടെ പ്ലസ് കൊടുക്കും കേട്ടോ, സൈൻ ഇവിടെ പ്ലസ് കൊടുത്തു. 5q - 2q ഈസ് 3q. അപ്പോൾ എന്ത് കിട്ടി? 6p + 3q എന്ന് കിട്ടി. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരുന്നത് 7p + 3q ആണ്. അപ്പോൾ അത് റോങ് ആണ്. കറക്റ്റ് എക്സ്പ്രഷൻ ഈസ് 6p + 3q. അടുത്തത് ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ബ്രാക്കറ്റിനകത്ത് നോക്കിയേ, ലൈക്ക് ടേംസ് ഉണ്ടല്ലേ. അപ്പോൾ ആ ലൈക്ക് ടേംസ് നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എന്ത് വരും? 5 × 2w 4w കൂടെ എന്താവും? 6w ആവും + 3x. ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ 6 5s are 30, 30w + 5 3s are 15. അപ്പോൾ 30w + 15x എന്ന് കിട്ടി. പക്ഷേ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 10w + 15x + 20w എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. ഇത് സിംപ്ലസ്റ്റ് ഫോമിലല്ല. കാരണം എന്താണ്? 10wയും 20wയും ഇവിടെ ലൈക്ക് ടേംസ് ആണ്. ഇതിനെ കൂടെ ആഡ് ചെയ്തെങ്കിലേ ഇത് എന്താകത്തുള്ളൂ? ലൈക്ക് ടേംസ് ആകത്തുള്ളൂ. അപ്പോൾ എന്ത് വരും? 30w + 15x എന്ന് വരും. ഇനി അടുത്ത നെക്സ്റ്റ് വൺ, 3j + 6k + 9h + 12. ഇവിടെ ലൈക്ക് ടേംസുകളൊന്നുമില്ല അല്ലേ. ലൈക്ക് ടേംസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഏത് ഫോമിൽ തന്നെയാണ്? സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെയാണ്. ഇവിടെ ഈ സെയിം തന്നെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് കേട്ടോ. കാരണം എന്താണ്? ഈ
3യുടെ മൾട്ടിപ്പിൾസ് ആണ് ഇങ്ങോട്ടുള്ളതല്ല അല്ലേ? 3 2s are 6, 3 3s are 9, 3 4s are 12. അപ്പോൾ 3 കോമൺ എടുത്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് സിംപ്ലസ്റ്റ് ഫോമിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അടുത്തത് 4 × 2r + 3s + 5. ഇതിനെ ചെയ്താൽ എന്ത് വരും? 4 2s are 8, r + 4 3s are 12s + 4 5s are 20. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വേറെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇത് റോങ് ആണ്. കറക്റ്റ് എക്സ്പ്രഷൻ ഈസ് 8r + 12s + 20 ആണ് കറക്റ്റ് എക്സ്പ്രഷൻ.